ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാർഷിക ഉപകരണങ്ങൾക്ക് 50% സബ്സിഡി നൽകുന്ന ഒരു സ്കീമിനെ കുറിച്ചാണ്. സ്മാം എന്നാണ് ഈ സ്കീമിന്റെ പേര്. ഈ സ്കീമിലൂടെ നിങ്ങൾ കാർഷിക ഉപകരണങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ 50% മുതൽ 80% വരെയാണ് സബ്സിഡി ലഭിക്കുക. നമുക്ക് എന്തായാലും ഈ സ്കീമിനെ കുറിച്ചുള്ള വിശദവിവരങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചാനൽ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പുതിയ അറിവുകൾ നിങ്ങളിലേക്കും എളുപ്പം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കാർഷിക ഉപകരണങ്ങൾ നമ്മളിപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകരുണ്ട്. ഈ കർഷകർക്കെല്ലാം യന്ത്രവൽക്കരണത്തിലൂടെ ഒരുപാട് ലാഭം കണ്ടെത്താൻ കഴിയും. നമ്മളിപ്പോൾ ഒരു ട്രാക്ടർ വിളിച്ച് ഉഴുതാനൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് വളരെയധികം ഒരു തുക കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. സോ നമുക്ക് തന്നെ ഒരു കാർഷിക ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളിൽ ഉഴുതാൻ ഉപയോഗിക്കുന്നതിന് പുറമെ മറ്റ് സ്ഥലങ്ങളിൽ ഉഴുതു കൊടുത്തുകൊണ്ടും നമുക്ക് വരുമാനം കണ്ടെത്താൻ കഴിയും. അതുപോലെയുള്ള ചെറുകിട കർഷകരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതുപോലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്മാം എന്ന പോർട്ടലിൽ കയറി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഗവൺമെന്റ് പരിശോധിക്കുന്നതാണ്. പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ സ്കീമിലൂടെ അനുമതി നൽകുന്നതാണ്. അനുമതി നൽകുന്ന മുറയ്ക്ക് നിങ്ങൾ ഏതുപകരണമാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഉപകരണങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് 50% മുതൽ 80% വരെയാണ് സബ്സിഡി നൽകുന്നത്. 50% സബ്സിഡി നൽകുന്നത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു മിഷനറിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് 50% തുക അടയ്ക്കേണ്ടതായി വരുന്നതാണ്. നിങ്ങൾ ഒരു 10 പേർ ചേർന്ന് ഒരു ഗ്രൂപ്പ് കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സ്കീമിൽ അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80% സബ്സിഡി ലഭിക്കുന്നതാണ്. 10 ലക്ഷം രൂപ വരുന്ന ഒരു ട്രാക്ടർ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 2 ലക്ഷം രൂപ മാത്രം അടച്ചാൽ മതി. ബാക്കി 80% തുകയായ 8 ലക്ഷം രൂപയും ഗവൺമെന്റ് നൽകുന്നതാണ്. ഇത് കർഷകർക്ക് വളരെ വലിയ ഒരു സഹായമാണ്. സോ നിങ്ങൾ എല്ലാവർക്കും ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സ്മാം എന്ന സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ പൂർണ്ണ വിവരങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. SMAM എന്നാണ് സ്മാം എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്മാം എന്ന സൈറ്റിലേക്ക് അപേക്ഷ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഇത് പൂർത്തിയാക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ രേഖകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡ്, കർഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഭൂമിയുടെ വിശദാംശങ്ങൾ, അതായത് നിങ്ങളുടെ കൈവശമുള്ള സ്ഥലത്തിന്റെ ആധാരം ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കും അറ്റാച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഒരു ID പ്രൂഫ് നൽകേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ SC, ST, OBCയിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് തെളിയിക്കാനുള്ള ജാതി സർട്ടിഫിക്കറ്റും സമർപ്പിക്കേണ്ടതാണ്. ഇത്രയും രേഖകൾ നൽകി നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മാം എന്ന സ്കീമിന്റെ കീഴിൽ വരുന്നുള്ള 50% മുതൽ 80% വരെയുള്ള സബ്സിഡി നേടിയെടുക്കാൻ കഴിയുന്നതാണ്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഒരുപാട് പേർ നിലവിൽ ഈ ആനുകൂല്യം നേടിയെടുത്തിട്ടുണ്ട്. അറിയാത്ത നിങ്ങൾക്കും ഈ സ്മാമിലൂടെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആനുകൂല്യം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ കർഷകർക്കും ഉപകാരമാവുന്ന ഒരു സ്കീമാണ് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്നത്.